പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ആരംഭിച്ച ജൽജീവൻ മിഷൻ പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ നീക്കം നടക്കുന്നതായി സൂചന. പഞ്ചായത്തിലെ വിവിധ റോഡുകൾ കുഴിച്ച് പൈപ്പിട്ട ജനങ്ങൾക്ക് സൗജന്യ കണക്ഷൻ നൽകുമെന്ന ഉറപ്പിൽ തുടങ്ങിയ പദ്ധതിയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെടുന്നതെന്ന് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. കാനൂർ ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ആരംഭിച്ച ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ നീക്കം നടക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. നിലവിൽ പൈപ്പിട്ട ഭാഗങ്ങളിലെ കണക്ഷനുകൾ മാത്രം പൂർത്തിയാക്കി ബാക്കി പ്രവർത്തികൾ അവസാനിപ്പിക്കാനാണ് കരാറുകാർക്ക് ലഭിച്ച നിർദ്ദേശം. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പലയിടങ്ങളിലും പൈപ്പിടൽ പൂർത്തിയായിട്ടില്ല. കൂടാതെ റോഡ് പുനരുദ്ധാരണത്തിന്റെ പൂർണ്ണ ചുമതല പഞ്ചായത്തുകൾക്ക് കൈമാറിക്കൊണ്ടുള്ള പുതിയ സർക്കുലർ കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജൽജീവൻ മിഷൻ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ജൽജീവൻ മിഷന്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ള കോൺട്രാക്ടർമാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പദ്ധതി പ്രവർത്തനം തുടങ്ങുന്നത് ഏതാണ്ട് 2022-ലാണ്. 2022-ൽ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകൾ പൊളിച്ച്, ടാറുകൾ പൊളിച്ച്, മണ്ണ് കുഴിച്ച്, അതിനടിയിൽ പൈപ്പുകളിട്ട് എല്ലാ വീടുകളിലേക്കും ജൽജീവൻ മിഷന്റെ ഭാഗമായി സൗജന്യ കണക്ഷൻ നൽകിക്കൊണ്ട് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും അവസാന ഘട്ടത്തിൽ വരുമ്പോൾ ഏറ്റവും ഫലപ്രദമായൊരു പദ്ധതി എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ജൽജീവൻ മിഷന്റെ പ്രവർത്തനം തുടങ്ങിവെച്ചത്. അങ്ങനെ തുടങ്ങിവെച്ച ആ പ്രവർത്തനം ഇപ്പോൾ അവസാന നാളുകളിൽ അവതാളത്തിലേക്ക് എത്തുന്ന സ്ഥിതിയാണ്. ജനങ്ങളോടുള്ള വഞ്ചനയും ചതിയുമാണ് ഇത് എന്നുള്ളതാണ് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ കാരണം വരാൻ പോകുന്ന വർഷങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്ന തുച്ഛമായ വികസന പ്രവർത്തനങ്ങൾക്ക് തുകയിൽ നിന്ന് ഈ ജൽജീവൻ പൊളിച്ചിട്ടതായിട്ടുള്ള മേഖലകളിലെ മുഴുവൻ റോഡുകളും മെയിൻ്റനൻസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് അവസാന ഘട്ടത്തിൽ വന്നിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഉത്തരവ് മനസ്സിലാക്കുന്നത്. ആ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ജൽജീവൻ മിഷന്റെ ഭാഗമായി പൊളിച്ചിട്ട റോഡുകൾ അവരുടെ എസ്റ്റിമേറ്റിലുള്ള പ്രകാരം തന്നെ അത് റീസ്റ്റോറേഷൻ നടത്തുന്നത് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ LSEDയുടെ നേതൃത്വത്തിൽ നടത്താനും ആ നേതൃത്വത്തിൽ നടത്തിയതിനു ശേഷം അതിന് വരുന്ന തുക എത്രയാണ് എന്ന് കരുതുന്നുവോ അത്രയും തുക പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു അക്കൗണ്ടിലേക്ക്, വെണ്ടറായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അക്കൗണ്ടിലേക്ക് കൈമാറും എന്നുമാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പ്രവൃത്തി ചെയ്യാൻ തുക കണ്ടെത്തണം എന്നുള്ളതും പ്രോജക്റ്റ് വെക്കണം എന്നുള്ളതുമാണ് ഇതിൻ്റെ ആദ്യത്തെ തടസ്സം. രണ്ടാമത്തെ തടസ്സം എന്ന് പറയുന്നത് റോഡുകളിൽ 60 സെന്റിമീറ്റർ മാത്രം കുഴിച്ച് പൈപ്പിടാനാണ് എസ്റ്റിമേറ്റ് വാട്ടർ അതോറിറ്റി കൊടുത്തിട്ടുള്ളത്. ജൽജീവൻ മിഷൻ കൊടുക്കുന്ന 60 സെന്റിമീറ്റർ കഴിഞ്ഞാൽ പൊളിച്ചിട്ട് 4 വർഷവും 3 വർഷവും 2 വർഷവും ഒക്കെയായ റോഡുകൾ പലയാവർത്തി മഴ വന്നു, വണ്ടികൾ ഓടി, പലയാവർത്തി അതിനെ കുഴിയായി തന്നെ രൂപപ്പെട്ടു വരുന്ന ഒരു സ്ഥിതിയുണ്ട്. 60 സെന്റിമീറ്റർ എന്നുള്ളത് ഇന്ന് 1 മീറ്റർ 1.20 മീറ്റർ വരെയുള്ള 1.20 മീറ്റർ വരെ വീതിയിൽ പൊളിഞ്ഞു പോയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. 60 സെന്റിമീറ്ററിന് മാത്രം തുക തരുമ്പോൾ ബാക്കി വരുന്ന 60 സെന്റിമീറ്ററിന്റെ അല്ലെങ്കിൽ 20 സെന്റിമീറ്ററിന്റെ ഒക്കെ വെറ്റ് മിക്സ് ഇടുന്നതും GSP ഇടുന്നതും ടാർ ചെയ്യുന്നതും ടാറിന്റെ മെറ്റീരിയൽസ് വരുന്നതുമായിട്ടുള്ള എല്ലാ ചെലവും, അമിതമായി വരുന്ന എല്ലാ ചെലവും പഞ്ചായത്ത് തന്നെ വഹിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ പഞ്ചായത്തിന് തനത് ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ചോ ടാറിട്ട റോഡുകൾ മെയിൻ്റനൻസ് ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകും. എസ്റ്റിമേറ്റിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വീതിയിൽ റോഡുകൾ തകർന്നു കിടക്കുന്നതിനാൽ റീസ്റ്റോറേഷൻ തുക പൂർണ്ണമായി നൽകാതെ ഈ ഉത്തരവ് അംഗീകരിക്കാനാകില്ല. പഞ്ചായത്ത് കണ്ടെത്തി നൽകിയ സ്ഥലത്ത് കുടിവെള്ള ടാങ്ക് നിർമ്മിക്കാനുള്ള ടെൻഡർ ആരും ഏറ്റെടുക്കാത്ത പ്രതിസന്ധിയുമുണ്ട്. ജനങ്ങളുടെ നികുതി പണം പാഴാക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ജൽജീവന്റെ റോഡുകൾ മാത്രം ചെയ്താൽ മറ്റു ഭാഗങ്ങളിൽ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ ആകെ ഈ നാടിനെ മുഴുവൻ അവതാളത്തിലാക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോകുന്നത്. നിലവിൽ ഏതാണ്ട് 60% മാത്രമാണ് മെയിൻ പൈപ്പ് ലൈനുകളും അതിൽ തന്നെ 50%-40% മാത്രമാണ്
വീടുകളിലുള്ള കണക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മേഖലകളിൽ കണക്ഷനുകൾ വരികയോ പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുകയോ എല്ലാ പൈപ്പ് ലൈനുകളിലേക്കും വെള്ളം പോവുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിയില്ല. ഇപ്പോൾ ഇട്ടിട്ടുള്ള മേഖലയിൽ ഏതാണ്ട് കാഞ്ഞൂര് പള്ളിയുടെ മുൻവശം വരുന്ന ബസാർ റോഡിന്റെ ഭാഗം ഒരു 600 മീറ്ററോളം കുഴിച്ചാൽ മാത്രമാണ് ഈ ഇതുവരെ ഇട്ടിട്ടുള്ള പൈപ്പ് ലൈനുകളിലേക്ക് പൂർണ്ണമായ കണക്ഷനുകൾ എത്തുകയുള്ളൂ. എന്നാലാണ് അത് ഇതുവരെ ഇട്ടതിൽ വെച്ച് ഉപയോഗപ്രദമാവുകയുള്ളൂ. അതിന് ഉപയോഗപ്രദമാക്കണമെങ്കിൽ ചൊവ്വര ലൈനിൽ നിന്ന് കാഞ്ഞൂർ പഞ്ചായത്തിന്റെ വിട്ടുകൊടുത്തിട്ടുള്ള ജൽജീവൻ മിഷൻ വിട്ടുകൊടുത്തിട്ടുള്ള സ്ഥലത്ത് ടാങ്ക് പണിയുന്നതിന് വേണ്ടി 22 കോടി രൂപ അനുവദിച്ച് പല ആവർത്തി ടെൻഡർ ഇട്ടു. പക്ഷേ ഇതുവരെ ആരും ടെൻഡർ എടുക്കാത്ത സ്ഥിതിയാണ്. കാരണം പ്രൈസ് റേറ്റിലുള്ള വ്യത്യാസം വളരെയധികം വ്യതിയാനമാണ് പ്രൈസ് റേറ്റും മെറ്റീരിയൽ റേറ്റും തമ്മിലുള്ളത്. അങ്ങനെ വരുമ്പോൾ ആരും തന്നെ കോൺട്രാക്ട് എടുക്കാനില്ലാത്ത സ്ഥിതിവിശേഷമാണ്. അപ്പോൾ നമുക്ക് ആ ടാങ്ക് പണിത് ഈ പൈപ്പ് ലൈനുകളിലൂടെ വെള്ളം വീടുകളിലേക്ക് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. റോഡ് മുഴുവൻ കുഴിച്ച് റോഡ് മുഴുവൻ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലാക്കി നശിപ്പിച്ച് ഇട്ടതിന് ശേഷം ഇടയ്ക്ക് വെച്ച് ഈ പദ്ധതി പ്രവർത്തനം നിർത്തുന്നത് വളരെ ആക്ഷേപകരമാണ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ഇക്കാര്യത്തിൽ എത്രയും വേഗം വാട്ടർ അതോറിറ്റി സമാന്തരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അതിന് സമാന്തരമായ ആലോചനകൾ നടത്തിക്കൊണ്ട് ബഹുമാനായ MLA നേതൃത്വത്തിലുള്ള ഒരു ലീഡർഷിപ്പ് ആലുവ നിയോജകമണ്ഡലം തലത്തിൽ ഇത് ഈ പഞ്ചായത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, എല്ലാ പഞ്ചായത്തുകളും ഇത് ബാധിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ബാധിക്കുന്ന എല്ലാ പഞ്ചായത്തുകളെയും അധ്യക്ഷന്മാരെയും ഔദ്യോഗികമായി ഈ വകുപ്പ് മേധാവികളെയും വിളിച്ചുകൊണ്ട് ഒരു യോഗം ചേർന്ന് വളരെ വ്യക്തമായ രീതിയിൽ ഒരു ധാരണയിലെത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ തുനിഞ്ഞിറങ്ങേണ്ടി വരും. അത് ശക്തമായി പ്രതിഷേധിക്കും. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാണ് ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഈ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ബഹുമാനായ MLA അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുണ്ടാകും. അതിന് വകുപ്പ് മേധാവികൾ കൂടി ഇതിന് പ്രായോഗികമായ ഒരു നിലപാടിലേക്ക് എത്താൻ തയ്യാറാകണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.